ഇന്നത്തെ വീഡിയോയിൽ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ്. അപ്പോൾ കമ്പൈലർ നമ്മൾ എന്താണെന്ന് പഠിച്ചു, അതിലെ ഫേസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഓരോ ഫേസസിനെയും, അപ്പോൾ 6 ഫേസ് നമ്മൾ പഠിച്ചത്, അപ്പോൾ ഓരോ ഫേസിനെയും ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൂൾസ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ടൂൾസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്, അതിൽ ഏതെല്ലാമാണ് കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പൈലറിൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6 ഫേസസ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ലെക്സിക്കൽ അനലൈസ് ചെയ്യണം, ദെൻ സിൻടാക്സ് അനാലിസിസ് ചെയ്യണം, ദെൻ സെമാൻറ്റിക് അനാലിസിസ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക, ആ കോഡിനെ ഓപ്റ്റിമൈസ് ചെയ്യുക, ലാസ്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ കമ്പോണൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ സെവറൽ ടൂൾസ് ക്യാൻ ബി യൂസ് ഫോർ ദ ഓട്ടോമാറ്റിക് ഡിസൈൻ ഓഫ് സ്പെസിഫിക് കമ്പൈലർ കമ്പോണൻസ്. ഈ കമ്പൈലർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഓരോ ടൂളും നമ്മൾ ആ ടാസ്ക്, ആ ഒരു പർട്ടിക്കുലർ ഫേസ് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണോ അല്ലെങ്കിൽ ടാസ്ക് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന് വേണ്ട ടൂൾസിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലെക്സിക്കൽ അനലൈസിനുള്ള ടൂളാണ് അല്ലെങ്കിൽ സ്കാനിങ്ങിനുള്ള ടൂളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, നമ്മൾ ഏത് ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടാണോ ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ റൂൾസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഈ റൂൾസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചാണ് ലെക്സീംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റെഗുലർ എക്സ്പ്രഷൻസ് ഏത് ലാംഗ്വേജ് ആണോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓട്ടോമേറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോ കമ്പോണൻറ്റിനും ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആൽഗോരിതംസ് കൂടി യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മളതിനെ ഓട്ടോമേറ്റ് ചെയ്തൊരു ടൂൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഇതിൽ നമുക്ക് ഏറ്റവും ഉപയോഗം വരുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ, സക്സസ്ഫുൾ എന്ന് പറയുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ ജനറേഷൻ നമ്മൾ ചെയ്യുന്ന അൽഗോരിതം, ലെക്സിക്കൽ അനാലിസിസിനുള്ള ടൂളാണെങ്കിൽ ആ ലെക്സിക്കൽ അനാലിസിസിൻ്റെ അൽഗോരിതത്തിൻ്റെ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് നമ്മുടെ റിക്വയർഡ് ആയിട്ട് ബാക്കിയുള്ള കമ്പൈലറിൻ്റെ പോർഷനുമായിട്ട് അല്ലെങ്കിൽ കമ്പൈലറിൻ്റെ റിമൈനിങ് ഫേസുമായിട്ട് മെർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ട് ഒരു കമ്പോണൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ കമ്പൈലറിലെ 6 ഫേസുകളെയും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസിനെയാണ് കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന 5 ടൂൾസ്. ഫസ്റ്റ് പാർസർ ജനറേറ്റർ, ദെൻ സ്കാനർ ജനറേറ്റർ, സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻസ്, ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റേഴ്സ് ആൻഡ് ഡേറ്റ ഫ്ലോ എൻജിൻസ്. ഇതിൽ നമുക്ക് പരിചയമുള്ള ടേംസ് പറഞ്ഞാൽ സ്കാനർ നമുക്കറിയാം. സ്കാനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ലെക്സിക്കൽ അനാലിസിസിനാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. സോ സ്കാനർ ജനറേറ്റർ ഈസ് നത്തിങ് ബട്ട് എ ലെക്സിക്കൽ അനലൈസർ. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ സ്കാനർ ജനറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് വൺ നമുക്കറിയാം പാഴ്സർ ജനറേറ്റർ. പാഴ്സിംഗ് എന്ന് പറഞ്ഞ ഫേസ് ഏതാണെന്ന് നമ്മുടെ സെക്കൻഡ് ഫേസ് ആണ്, അല്ലെങ്കിൽ സിൻടാക്സ് അനാലിസിസിൻ്റെ ഫേസ് ആണ്. പാഴ്സർ ജനറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ഫോർ പാഴ്സിംഗ്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് പാഴ്സർ ജനറേറ്റർ. ഇനി തേർഡ് വൺ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻ. ഇപ്പോൾ സിൻടാക്സ് ഡയറക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിൻടാക്സിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആ സിൻടാക്സ് ലെവൽ സ്റ്റെപ്പിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മളുടെ പാഴ്സ് ട്രീ അല്ലെങ്കിൽ സിൻടാക്സ് ട്രീ ആയിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തുക. നമ്മൾ സിൻടാക്സ് ട്രീ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഏത് സ്റ്റെപ്പിലായിരിക്കും, നമ്മളെ തേർഡ് സ്റ്റെപ്പ്, അതായത് സെമാൻറ്റിക് അനാലിസിസിൻ്റെ സ്റ്റെപ്പിനെയാണ് ശരിക്കും ഈ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പാഴ്സ് ട്രീ ഉണ്ടെങ്കിൽ ആ ട്രീയിലെ ഏതെല്ലാം നോട്ട്സിലെ ഇപ്പോൾ ഓപ്പറേറ്റർ കണ്ടു, അല്ലെങ്കിൽ ഓപ്പറാൻഡ് വാല്യൂസ് കണ്ടു, അതിന് ഏത് രീതിയിൽ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻസ്. എന്ന് വെച്ചാൽ നമ്മൾ തേർഡ് സ്റ്റെപ്പിനെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ടൂൾ എന്ന് വേണേൽ പറയാം. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ. അതിൻ്റെ പേര് തന്നെയുണ്ട്, ഇറ്റ്സ് ഫോർ കോഡ് ജനറേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ കോഡ് ജനറേഷൻ എവിടെ നിന്നായിരിക്കും നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുക? അപ്പോൾ അതിന് മുമ്പുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഉണ്ട്, അതിന് നമ്മൾ കോഡ് ഓപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്, അതും കഴിഞ്ഞിട്ടാണ് കോഡ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് മെഷീൻ ഇൻസ്ട്രക്ഷൻസിനെ, അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻസിനെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ. ഇപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫ്ലോ എൻജിൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഈ ഫേസ് പറഞ്ഞ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ സ്റ്റെപ്പിൽ ജനറേറ്റ് ചെയ്യുന്ന കോഡിൽ ആവശ്യമില്ലാത്ത ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസോ ടെമ്പററി വേരിയബിൾസോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനെല്ലാം ഒഴിവാക്കി ആ കോഡിനെ വളരെ പറ്റുന്ന അത്രയും ഓപ്റ്റിമൈസ് ചെയ്ത് സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന പ്രോസസ്സാണ് കോഡ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്റ്റിമൈസേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഡേറ്റ കമ്പോണൻസ് ഉണ്ട്, ആ ഡേറ്റ വാല്യൂ എവിടെ നിന്ന് അങ്ങോട്ടേക്കെല്ലാം പോകുന്നുണ്ട്, അല്ല അതിനെ എന്തിനൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഡേറ്റയുടെ ഫ്ലോ. അപ്പോൾ ഡേറ്റ ഫ്ലോയെ ബേസ് ചെയ്തേ നമുക്ക് ഓപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഓപ്റ്റിമൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡാറ്റ ഫ്ലോ എൻജിൻസ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും 5 കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ്. ഇനി ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പാഴ്സർ ജനറേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് മെയിൻലി മെൻ ടു പ്രൊഡ്യൂസ് സിൻടാക്സ് അനലൈസിസ്. നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ് അല്ല സെക്കൻഡ് ഫേസ് ആണ് സിൻടാക്സ് അനാലിസിസ്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിനെ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൂളിനെ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ പാഴ്സർ ജനറേറ്റർ ഉപയോഗിക്കുന്നത് സിൻടാക്സ് അനലൈസേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. സിൻടാക്സ് അനലൈസർ എന്ന് നമുക്കറിയാം, നമ്മളെ ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞ് കിട്ടുന്ന ടോക്കൺസിനെ നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഉപയോഗിച്ച് സിൻടാക്റ്റിക്കലി കറക്റ്റായിട്ടാണോ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക യൂസിങ് പാഴ്സ് ട്രീ. അപ്പോൾ ആ പ്രോസസ്സാണ് സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന കമ്പോണൻസിനെയാണ് സിൻടാക്സ് അനലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻടാക്സ് അനലൈസേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടൂൾ, ദാറ്റ് ഈസ് പാഴ്സർ ജനറേറ്റർ. എന്ന് വെച്ചാൽ പാഴ്സേഴ്സിനെ ജനറേറ്റ് ചെയ്യുക നോർമലി ഫ്രം ഇൻപുട്ട് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. നമുക്കറിയാം പാഴ്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത് തന്നെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഗ്രാമറിലെ പ്രൊഡക്ഷൻസിനെ നമ്മൾ റൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ റൂൾസ് അനുസരിച്ചാണോ നമ്മൾ ലെക്സീംസിനെ അല്ലെങ്കിൽ ടോക്കൺസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വെരിഫൈ ചെയ്യാം. അപ്പോൾ അതാണ് സിൻടാക്സ് അനലൈസേഴ്സിൻ്റെ പർപ്പസ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ഫേസ്. അപ്പോൾ പാഴ്സർ ജനറേറ്ററിൻ്റെ പർപ്പസ് ടു പ്രൊഡ്യൂസ് സിൻടാക്സ് അനലൈസേഴ്സ് ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഈ സെക്കൻഡ് റോൾ ഈസ് സ്കാനർ ജനറേറ്റർ. അപ്പോൾ നമുക്കറിയാം സ്കാനിങ് എന്ന് പറഞ്ഞ പ്രോസസ് ഈസ് സെയിം ആസ് ലെക്സിക്കൽ അനാലിസിസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ലെക്സിക്കൽ അനലൈസേഴ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സിൻടാക്സ് അനലൈസേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് പാഴ്സർ ജനറേറ്റേഴ്സിൻ്റെ പർപ്പസ്. ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സ്കാനർ ജനറേറ്റർ. സ്കാനർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെക്സിക്കൽ അനാലിസിസിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ലെക്സിക്കൽ അനലൈസർ. അപ്പോൾ ഈ ലെക്സിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ നമ്മൾ അതിന് ബേസിസ് ആയിട്ട് എടുക്കുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോക്കൺസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ടോക്കൺ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് റെഗുലർ എക്സ്പ്രഷൻസ് ആയിരിക്കും. നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് നമ്മളുടെ സോഴ്സ് ലാംഗ്വേജ് അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആ റെഗുലർ എക്സ്പ്രഷൻസിനെ ബേസ് ചെയ്തിട്ട് ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് നമ്മളെ ലെക്സിക്കൽ അനലൈസറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. സോ സ്കാനർ ജനറേറ്റർ ഈസ് മെയിൻലി യൂസ്ഡ് ടു ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ലെക്സിക്കൽ അനലൈസേഴ്സ്. അപ്പോൾ ഈ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ നമ്മളതിനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ഓർഗനൈസ് ചെയ്യുക, NFA അല്ലെങ്കിൽ DFA ആയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു ഐഡൻറ്റിഫയറിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഒരു ലെറ്റർ വരണം, ലെറ്റർ ഫോളോഡ് ബൈ എ ലെറ്റർ ഓർ ഡിജിറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്, 0 or more ടൈംസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ ഈസ് ഫോർ എ ലെറ്റർ. ഫസ്റ്റ് ഒരു ലെറ്റർ വന്നാൽ മാത്രമേ നമുക്കതിനെ ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫസ്റ്റ് ഐഡൻറ്റിഫയർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ബാക്കി ലെറ്റർ വരാം നമ്പറും ആവാം. അതിൻ്റെ എന്ത് കോമ്പിനേഷൻ ആണെങ്കിലും നമുക്കതിന് വാലിഡ് ഐഡൻറ്റിഫയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് വരയ്ക്കുക, ഫൈനൽ സ്റ്റേറ്റ് വരയ്ക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ട്രാൻസിഷൻസ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈ റെഗുലർ എക്സ്പ്രഷൻസിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ യൂസ് ചെയ്തായിരിക്കും. ഈ തേർഡ് വൺ ഈസ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ തേർഡ് ഫേസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ദാറ്റ് ഈസ് സെമാൻറ്റിക് അനാലിസിസ്. അപ്പോൾ സിൻടാക്സ് അനാലിസിസ് കഴിഞ്ഞ് ജനറേറ്റ് ചെയ്ത പാഴ്സ് ട്രീ ആണ് നമ്മളുടെ തേർഡ് ഫേസിലേക്കുള്ള ഇൻപുട്ട്. അപ്പോൾ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്നത് മെയിനായിട്ടും നമ്മളുടെ റുട്ടീൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് നമ്മൾ പാഴ്സ് ട്രീയിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്ത് സെമാൻറ്റിക് ചെക്സ് അല്ലെങ്കിൽ ടൈപ്പ് ചെക്സ് കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് ആ പാഴ്സ് ട്രീയെ മോഡിഫൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഫർദർ ജനറേറ്റ് ഇൻ്റർമീഡിയറ്റ് കോഡ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ലേഷൻസ്, നമ്മുടെ പാഴ്സ് ട്രീയിലെ ഓരോ നോഡിൻ്റെ കൂടെ നമ്മൾ ട്രാൻസ്ലേഷൻസ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ സെയിം ലെവലിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള നെയ്ബർ നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചിൽഡ്രൻ നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ നോഡിലും നമ്മൾ ട്രാൻസ്ലേഷൻസ് ഡിഫൈൻ ചെയ്യേണ്ടത്. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എഞ്ചിൻ്റെ പർപ്പസ് ഈസ് ടു യൂസ് ഡിഫൈൻ വൺ ഓർ മോർ ട്രാൻസ്ലേഷൻസ്. അപ്പോൾ ഓരോ നോഡിൻ്റെ കൂടെ നമ്മൾ ട്രാൻസ്ലേഷൻസ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ നമ്മൾ അതിൻ്റെ നെയ്ബർ നോട്ട്സ് അല്ലെങ്കിൽ ചിൽഡ്രൻ നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ട്രാൻസ്ലേഷൻസ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇൻഫിക്സിൽ നമ്മൾ ഓപ്പറേറ്റർ എവിടെ വരണം, പോസ്റ്റ് ഫിക്സ് ആകുമ്പോൾ ഓപ്പറേറ്റർ എവിടെ വരണം, പറഞ്ഞ ആ ഓരോ ഓർഡർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് നമ്മൾ റിസീവ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് ഈ ട്രാൻസ്ലേഷൻ റൂൾസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എഞ്ചിനിൽ ബേസിക്കലി ചെയ്യുന്ന ടാസ്ക് സെമാൻറ്റിക് അനാലിസിസ് തന്നെയാണ്. ഇപ്പോൾ സിൻടാക്സ് ഡയറക്റ്റഡ് എന്ന് വെച്ചാൽ സിൻടാക്സ് നമ്മൾ എന്തായിരിക്കും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതാണ് ഈ ട്രാൻസ്ലേഷൻ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേഷനെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ. അപ്പോൾ നമുക്ക് ആ പേര് തന്നെയുണ്ട്, കോഡ് ജനറേറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി കോഡ് ജനറേറ്റ് ചെയ്യുക.
അപ്പോൾ കുറേ റൂൾസിൻ്റെ കളക്ഷനാണ്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡിനെയാണ് നമ്മൾ മെഷീൻ കോഡാക്കി അല്ലെങ്കിൽ ട്രാൻസിറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് കോഡിലെ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിലെ ഇൻസ്ട്രക്ഷൻസിനെ ഓരോന്നിനെയും കറസ്പോണ്ടിങ് ടാർഗറ്റ് മെഷീൻ ഇൻസ്ട്രക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ. ദ ലാസ്റ്റ് വൺ ഈസ് ഡേറ്റ ഫ്ലോ എൻജിൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ് ഒരിക്കലും ഓപ്റ്റിമൽ ആവില്ല ഇൻ മെജോറിറ്റി ഓഫ് ദ കേസസ്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ടെമ്പററി വേരിയബിൾസ് ഉണ്ടാവാം, ആവശ്യമില്ലാത്ത ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോപ്പി ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഉപയോഗിക്കുന്നില്ലാത്ത കോപ്പീസ് ആണെങ്കിൽ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് കോഡ് ഓപ്റ്റിമൈസേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡ് ഓപ്റ്റിമൈസേഷൻ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പെർഫോം ഡേറ്റ ഫ്ലോ അനാലിസിസ്. അപ്പോൾ ഇൻഫർമേഷൻ ഓരോ ഡേറ്റയുടെ വാല്യൂ എങ്ങനെയാണ് എവിടെ നിന്ന് എങ്ങോട്ടേക്കൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു സ്ഥലത്ത് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ടെമ്പറിയുടെ വാല്യൂ എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പിലാകുമ്പോൾ ആ ടെമ്പറി നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടോ, അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ വാല്യൂവിന് ചേഞ്ച് വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അതിനാണ് ഡേറ്റ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ഫ്ലോ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കോഡിനെ കറക്റ്റായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഡേറ്റ ഫ്ലോ എൻജിൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാണ് 5 കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ്. ലെക്സിക്കൽ അനലൈസറിന് ടൂള്, അതുപോലെ പാഴ്സറിന് ടൂള്, ദെൻ ഫോർ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ സെമാൻറ്റിക് അനാലിസിസിന് വേണ്ടിയുള്ള ടൂള്, ഓട്ടോമാറ്റിക് കോഡ് ജനറേഷനുള്ള ടൂള്, ആൻഡ് ലാസ്റ്റ് ഈസ് ഫോർ കോഡ് ഓപ്റ്റിമൈസേഷൻ, ദാറ്റ് ഈസ് ഡേറ്റ ഫ്ലോ എൻജിൻസ്. So that's all of compiler construction.